ആരും കണ്ടതുപോലെ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത, അത് പച്ചയ്ക്ക് പിടിച്ചാൽ പോലും ഒരു ഉളുപ്പുമില്ലാത്ത ഒരു സിനിമാക്കാരനെ പറയാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ആർക്കും പറയാം മേജർ രവി എന്ന്. അപാരമായ തൊലിക്കുട്ടിയുള്ളവർ പോലും പറയാത്ത, നട്ടാൽ കുഴുക്കാത്ത എന്തും വിടും ഇദ്ദേഹം എന്നുള്ളതാണ്. അത് ഈ ഒന്നാമത് ഈ പട്ടാളക്കാരത്തിരി പുഴുവടി കൂടുതലുള്ളവരാണ്. ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുന്നവർ തന്നെ കളിയാക്കില്ലേ എന്ന ബോധം പോലും ഇല്ലാത്ത മനുഷ്യനാണ് മേജർ രവി. മലയാളി മറക്കാറായിട്ടില്ല. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ ഈ മഹാൻ കാണിച്ച നമ്പർ, എമ്പുരാൻ തിയേറ്റർ കയറിയിരുന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിക ചേച്ചിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട്, ചേച്ചിയുടെ മോൻ രാജുവിൻ്റെ മഹാഭാഗ്യമാണ് ഇങ്ങനൊരു സിനിമ എടുക്കാനായത്, എനിക്ക് രാജുവിനോട് അസൂയ തോന്നുന്നു, എന്താ ചെയ്തു വച്ചിരിക്കുന്നത് എന്നൊക്കെ തള്ളി മറിച്ചിട്ട് അടുത്ത് നിന്ന ഇന്ദ്രജിത്തിനെ കെട്ടിപ്പിടിച്ച് തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട്, എമ്പുരാൻ ഒരു ദേശദ്രോഹ സിനിമയാണ്, ഇതിനെങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകി ലാൽ സാർ അറിയാതെ സ്ക്രിപ്റ്റിൽ തിരിമറി നടത്തി എന്ന് തുടങ്ങി കുറേ വിടലുകൾ മേജർ വിട്ടു. വലിയ ചേച്ചിയുടെ വായിലിരുന്ന് മുഴുവൻ കേട്ടുപിടിക്കുകയും ചെയ്തു. ഈ പടം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചില ആസൂത്രിതമായ പരിപാടികൾ നടന്നത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതായത് ഈ സമയത്ത് ഒരു സമരം കൊണ്ടുവരിക, ഈ പടം തിയേറ്ററുകാർക്ക് ലാഭമായിരിക്കും, അവർക്ക് അതിൽ സന്തോഷം വരും, എന്നാൽ ഇപ്പൊ ഇറക്കണ്ട എന്നും പറഞ്ഞൊരു സമര പദ്ധതിയൊക്കെ ഇട്ട് അതൊക്കെ പൊളിഞ്ഞു എന്നാണ് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ ഭയങ്കര മാനോളം പുകഴ്ത്തിയ മേജർ രവി മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, പൃഥ്വിരാജ് ചതിച്ചു, ഈ സീൻ ആരും കണ്ടിട്ടില്ല, റിവ്യൂ. എന്തൊക്കെ നുണയാണ് ഒരു ദേശസ്നേഹിയായ കമാൻഡോ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞത്. ഇതാണോ ദേശസ്നേഹം? ഇതൊക്കെ വ്യക്തി സ്നേഹം എന്നല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല. വേറെ എന്താ പറഞ്ഞത് നിനക്ക്? ഞാനും ലാൽ സാറും അറിയാത്ത ഒരു സീനും എമ്പുരാനിലില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടു പൃഥ്വിരാജിനെ ഞോണ്ടിക്കൊണ്ടേ നടന്നു ഈ മഹാൻ. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്ന ഒരു ടൈപ്പാണ് മേജർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ താത്വിക ആചാര്യനായ ശാന്തിവിള ദിനേശന്റെ പുതിയൊരു വീഡിയോ വന്നപ്പോൾ അതിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചുരണ്ടി വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നെ തെറി വിളിക്കുന്നവരോടും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ വീഡിയോ ഞാൻ ഒന്ന് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമ്മതമൊക്കെ തന്നപ്പോൾ എന്നിട്ട് എന്നെ തെറി പറയുന്ന കുറച്ച് പേരൊക്കെ എല്ലാവർക്കും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതോടെ പറയുന്നു. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് അപ്പൊ ആ വീഡിയോയുടെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. അപ്പൊ സ്കിപ്പ് ചെയ്യില്ല, അവസാനം വരെ കാണുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. സലീമിന് അന്ത്യോപചാരത്തിന് വന്നിട്ട് സതീശനെ നന്നായി ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ഇനി കോൺഗ്രസിലേക്ക് പോകണമെന്നോ, അതായത് വല്ല ബോർഡിൽ വലിയ രക്ഷയുണ്ടോ നിങ്ങളുടെ സതീശനെ ഒന്ന് നന്നായിട്ട് സോപ്പിടണമെന്ന് തോന്നിക്കാം. ഈ മേജർ രവി നടത്തിയ ഒരു തള്ള് മലയാളി കേട്ടിരിക്കുമെന്നാണ് ഒരു വിശ്വാസം. സലിംകുമാർ എണീറ്റിരുന്ന് ചിരിക്കാത്തത് ഭാഗ്യമായി എന്ന് ഞാൻ പറയും. ഒന്ന്, കാരണഭൂതൻ എന്ന പാട്ടുപാടി നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ല, ഒരു മുഖ്യമന്ത്രി എന്നേ പറഞ്ഞുള്ളൂ. അത്രയ്ക്ക് വിവരേ കാണുള്ളൂ. പോട്ടെ, ഞാനാണ് വലുത് എന്നാണ് അത്രേ ആ മുഖ്യമന്ത്രിയുടെ ചിന്ത. ആരെ? പിണറായിയുടെ. ഇപ്പുറത്തെ ഒരു വണ്ടിയും കൊണ്ടിട്ടിട്ടാണ് കയറി ചെന്നിരിക്കുന്നത് ആര്? വി ഡി സതീശൻ. ഒരൊറ്റ വണ്ടിയിലാണെന്ന് വി ഡി സതീശൻ വന്നത്. മറ്റങ്ങനെ അങ്ങനെയല്ല, ഞാനാണ് വലുത്, ഞാനാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, കാരണഭൂതൻ എന്ന് സ്വയം പാടി നടക്കുന്നതാണ്. മേജർ രവി ചെയ്യുന്ന വിഡ്ഢിവേഷങ്ങളൊന്നും പിണറായി ചെയ്യാറില്ല, ഒരു വിഡ്ഢിത്തരവും പറയാറുമില്ല. മേജർ നല്ല അപകട തൊലിക്കെട്ടിയുള്ളതുകൊണ്ട് എങ്ങനെയോ മേജറായി പോയതാണ്. ഇന്നസെന്റ് ഏട്ടൻ മരിച്ചപ്പോൾ പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയാണ് മേജർ ചോദിക്കുകയാണ്. 56 വണ്ടിയും 560 പോലീസും 10 ഫയർഫോഴ്സും എല്ലാം കൂടിയാണ് ഈ ഇടവഴിയിലൂടെ പിണറായി കൊണ്ടുപോയത്. ഈ പൊങ്ങച്ച കാണിക്കുന്നവന്മാർ മറ്റുള്ളവർ വോട്ട് ചെയ്ത് നിങ്ങളെ അവിടെ കയറ്റിയതാണെങ്കിൽ നിങ്ങൾ അവരുടെ സർവൻ്റാണ്, അതാണ് മുഖ്യമന്ത്രി സതീശൻ കാണിച്ചു തരുന്നത് എന്നൊക്കെ പുള്ളി തള്ളി മറിച്ചു. പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനുകളും എല്ലാം കൂടെ ഇടവഴി കൂടെ കൊണ്ടുപോയി. നാട്ടുകാരുടെ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചൻ കാണിക്കലാണ് മറ്റുള്ളവരെ വോട്ട് ചെയ്ത് നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവരുടെ സെർവൻ്റ്, അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് കാണിക്കുന്നത്. കാറ്റഗറി സുരക്ഷയിൽ 10 മുതൽ 12 വരെ വാഹനങ്ങളാണ് പരമാവധി ഉള്ളത്. അതിൽ ഒരു പൈലറ്റ് വാഹനം ഉണ്ടാവും, ഒരു എസ്കോർട്ട് വാഹനം ഉണ്ടാവും, VIP ബുള്ളറ്റ് പ്രൂഫ് വാഹനമായിരിക്കും, ജാമർ വാഹനം, ഡമ്മി വാഹനം, ആംബുലൻസ് എന്നിവയായിരിക്കും. മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മൊത്തത്തിലുള്ള എസ്കോർട്ട് വാഹനങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ 7 വാഹനങ്ങളാണ് സാധാരണ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത്. അതാണ് ഈ മനുഷ്യൻ. ഒന്നുമില്ലെങ്കിൽ ആ പിണറായി വിജയന്റെ പ്രായത്തെങ്കിലും ബഹുമാനിക്കട്ടെ. നമുക്ക് രാഷ്ട്രീയമാണ് പറയാനെങ്കിൽ ഞാൻ വേറെ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത കാലത്ത് ചായ തട്ട് ഇല്ല ചായ അടിച്ചോണ്ടിരുന്നതും, മറ്റേ കമ്പ്യൂട്ടറിന്റെ ബാർ കൗണ്ട് വരുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റിൽ ബാർ കൗണ്ട് വന്നതും, 10,000 രൂപയുടെ കൂണ് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്നതൊക്കെ ഒരുപാട് കഥകൾ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇയാൾ വിവരക്കേട് പറയുന്നതായിരുന്നു നമ്മളും പറയുന്നത് ശരിയല്ലല്ലോ. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് നേരും നെറിയുമില്ലാതെ പഠിക്കാൻ വരുന്ന പിള്ളേരെ പറ്റിച്ച് നരുന്ത് പയ്യന്മാരിൽ നിന്നും ഇടിയും വാങ്ങി എന്നെ ഇടിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പരാതി എഴുതുന്ന ആളല്ല പിണറായി വിജയൻ. ഒരാളെയും അനാവശ്യമായി അയാൾ ഒന്നും പറയാറില്ല. മറ്റു ചിലർ ചണ്ടപ്പെണ്ണുങ്ങളെ പോലെ നുണ പറഞ്ഞും കുതിക്കറിവ് പറഞ്ഞും പരദൂഷണം പറഞ്ഞും പിള്ളേര് കാറിന്റെ മുകളിൽ കൂടി തൂക്കി എറിഞ്ഞും സാമ്പത്തിക ക്രമക്കേട് നടത്തിയുമൊക്കെ കാലം കഴിക്കും.
കോടതി ശിക്ഷിച്ചതൊക്കെ ഓർത്ത് വെച്ചോളണം. ഒരു തിരക്കഥയ്ക്ക് മോഷ്ടിച്ചതിന് എത്ര രൂപ കൊടുത്തു? രാഷ്ട്രീയ പകയോ ഒന്നും രാഷ്ട്രീയത്തിൽ നേടാനാകാത്തതിൻ്റെ ചുരുക്കമൊക്കെ കാണാം. മനുഷ്യനല്ലേ. പക്ഷെ മരിച്ചിടത്തെങ്കിലും, ഒരാൾ മരിച്ചിടത്തെങ്കിലും മാന്യമായി സംസാരിക്കാൻ പഠിക്കണം. ഉയർന്ന പൊസിഷനിൽ എത്തിയാലും നായ നടുക്കടലിൽ പോയാലും നക്കി കുടിക്കുന്ന സ്വഭാവമേ ചിലർ കാണിക്കും. അത് അങ്ങനെയുള്ള ജീൻ ആയതുകൊണ്ടാകാം. ഇനി സ്ഥിരമായി തോറ്റ് തഴമ്പ് വീണതുകൊണ്ട് എന്താ പറയുക, പൊടിയും തട്ടി സതീശനെ 10 പുകഴ്ത്തിൽ പാടി നടക്കാം, അങ്ങനെ എന്തെങ്കിലും നക്കുന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നതാണോ എനിക്കറിയില്ല. എന്തായാലും നട്ടക്കുരുക്കത്തെ കള്ള ഇനി പറയരുത്. പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ പറയാമായിരുന്നു. ഒരു 5 10 ചാനലുകൾ മാത്രമുള്ള കാലത്താണെങ്കിൽ പറയാമായിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ വന്ന ശേഷം ഫോൺ കൊണ്ട് നടക്കുന്നവരെല്ലാം പത്രക്കാരായതിൻ്റെ ഒരു ഗുണം ഇതിലുണ്ട്. കാരണം എല്ലാ വിഷയവും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കള്ളം പറഞ്ഞാൽ ഉടനെ പിടിക്കും. അതെങ്കിലും മേജർ ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. 2014 മുഖ്യമന്ത്രിയായി അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതെന്നറിയാം, എനിക്ക് പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി. IB-ക്ക് റിപ്പോർട്ട് കിട്ടി അദ്ദേഹത്തിന് വധശ്രമം ഉണ്ടാവുന്നു. അങ്ങനെ IB ആണ് ഇസഡ് കാറ്റഗറി പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് 12 വണ്ടി വന്നത്. ഈ 40 വണ്ടി കൊണ്ട് പോകുന്നതൊക്കെ വെറുതെ ദുഷ്പ്രചരണമാണ്. അങ്ങനെയല്ല. അപ്പോൾ സോണിയാഗാന്ധി വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്താണ് ഇസഡ് കാറ്റഗറി. അപ്പൊ ഇസഡ് കാറ്റഗറി ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാർക്ക് ഇസഡ് കാറ്റഗറി ഉള്ള VIP അറ്റാക്ക് എന്നാൽ വെടിവെച്ച് കൊല്ലാം. നിയമമാണത്. ആ നിയമം അനുസരിച്ച് ഈ പോലീസുകാർ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വെറുതെ ലഘൂകരിച്ച് പ്രവർത്തിച്ച് കളയരുത്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് കൂടുതൽ വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക. വേറെ ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.